So, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. സോ ഇപ്പോ ഞാൻ ബാംഗ്ലൂരാണ്. ഫസ്റ്റ് ചാനലിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലോഞ്ച് മെയ് 10th ഫസ്റ്റ് പ്രോബ്ലി മെയ് 10th തന്നെ നമ്മൾ അത് ലോഞ്ച് ചെയ്യും. സോ അതിന്റെ കുറെ കാര്യങ്ങളായിട്ടാണ് നമ്മളിപ്പോൾ ബാംഗ്ലൂർ വന്നിരിക്കുന്നത്. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴി അറിയിക്കാം. With pop skull in Gaza, but not that Gaza, but still it's a Mazda. Niggas want peace like a Saba, but we let bridge them burn like grabba. Boy, 4 in the clears and 1 in the heady. Hand no shake, man, hold that steady. Man, love pose with a thing for the picture. You man should've bust that thing already. Man, love hezzy. So we have 2 couriers today. One is from Flipkart and one is from Amazon. So let's unbox it. This one is actually a sunscreen from Dr. Sheth's. Nothing more, nothing less. So yeah, this is the product. And the next one from Flipkart and ഒരു ഗിഫ്റ്റ് കൊടുക്കാനാണ്, കാണിച്ചു തരാം എന്താണ്. സോ ഇത് ആക്ച്വലി ഒരു ടോയ്, ഒരു ആനിമേ ക്യാരക്ടറിന്റെ, മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും അറിയാമായിരിക്കും, ഇറ്റാച്ചി. നമുക്കൊന്ന് അസംബിൾ ചെയ്ത് നോക്കാം. Yeah, so finally this is the product. That's it. Four in the clears and 1 in the heady. Hand no shake, man, hold that steady. Man, love pose with a thing for the picture. You man should've bust that thing already. Man, love hezzy. Yeah, cat back chat to the prezi. You know when the beef just tastes like veggie. Gal go rich for the mani petty. CC bag look nice, but the Birkin bag look way more heavy. That's just a big gal thing, man, you get me. Rainy just turned mommy, and that's my sis, so I just turned up here. Fan mail came to the crib from a youth that loves me. I swear that touched me. I never even drive no whips I own, so they all look way too dusty. If me and gal is go St. Michael, the gal come way too fussy, crushy. Man said they would do this and that, but the man wasn't really that wassy, was he? Nah, the man wasn't ready that. 1942 hits my system, man get way too frosty, buzzy. Girls for the past. Four in the clears and 1 in the heady. Hand no shake, man, hold that steady. Man, love pose with a thing for the picture. You man should've bust that thing already. Man, love hezzy. Yeah, cat back chat to the prezi. You know when the beef just tastes like veggie. Gal go rich for the mani petty. CC bag look nice, but the Birkin bag look way more heavy. That's just a big gal thing, man, you get me. See you, Sridev. So I just back to my home. I mean right now I'm in Kerala. നിങ്ങൾ ഈ ഒരു വ്ളോഗ് കാണുന്നത് എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ് ഒരു 1 month മുന്നേ തൊട്ടുള്ള, അതായത് നിങ്ങളുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത ഏരിയ 1 month തൊട്ടാണ്. എന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഞാൻ എടുക്കുന്നത് 4 days മുന്നേ ആണ്. ഇറ്റ്സ് ആക്ച്വലി ഗോണ ബി എ വ്ളോഗ് വിത്ത് ഹെക്ടിക് ക്ലിപ്സ് ബിക്കോസ് എന്റെ ഷെഡ്യൂൾസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഹെക്ടിക്. ഞാൻ തിരിച്ചു വന്നു ആൻഡ് ഒരുപാട് പരിപാടികൾ ഇവിടെ തീർക്കാനുണ്ട്. അപ്പോ എന്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇങ്ങനെയാണ്. ബാംഗ്ലൂർ വൺസ് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഐ told you I'm moving permanently to Bangalore. ഞാനവിടെ ഫ്ലാറ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ടിട്ടുണ്ട്. പക്ഷെ യൂണിവേഴ്സിന്റെ ഹെൽപ്പോടുകൂടി എനിക്ക് അതിനകത്ത് ഒരു ദിവസം പോലും താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇവിടെ ഞാനിപ്പോ തിരിച്ചു വരാൻ കാരണം കംപ്ലീറ്റ്ലി മെസ്റ്റപ്പ് ആണല്ലോ. കംപ്ലീറ്റ്ലി മെസ്റ്റപ്പ് ആയതുകൊണ്ടല്ല, ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ എൻഗേജ്ഡ് ആയതുകൊണ്ട് എനിക്ക് പല കാര്യത്തിലും അറ്റ് എ ടൈം എന്റെ ഒരു പ്രസൻസ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. എനിക്ക് ഏകദേശം എന്റെ ക്ലയൻസിനെല്ലാം കൂടെ 35 to 50 കോണ്ടന്റ്സ് എ മന്ത് ഷൂട്ട് ചെയ്യാനായിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തിരിച്ചിങ്ങോട്ട് വന്നത്. അതിന്റെ ഇടയ്ക്ക് എന്റെ
ക്യാമറ എനിക്ക് പണി തന്നു, ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. പിക്ചേഴ്സ് ക്യാപ്ചർ ആവുന്നില്ല, വീഡിയോസ് ക്യാപ്ചർ ആവുന്നില്ല. മേ ബി എന്തെങ്കിലും സെൻസർ പ്രോബ്ലം, ഇനി ഷട്ടർ പോയതാണോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. ഐ ഡോണ്ട് നോ. സോ അതൊക്കെയാണ് ഇനി കുറച്ച് പരിപാടികൾ ഉണ്ട്, അതെല്ലാം ഒന്ന് ഫുൾഫിൽ ചെയ്യണം. അതെല്ലാം ഒന്ന് ഫുൾഫിൽ ചെയ്തിട്ട് മിക്കവാറും ഈ വ്ളോഗിൽ തന്നെ ഞാൻ മേ ബി തിരിച്ചു പോകുന്ന വ്ളോഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഐ ട്രൈ മൈ ബെസ്റ്റ്. ചിലപ്പോൾ അതിന് മുന്നേ എന്റെ ഒരു മിനിമം ടൈം ലൈൻ ക്യാപ്ചർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് ആഡ് ചെയ്യൂല. അത് ചിലപ്പോൾ നെക്സ്റ്റ് അടുത്ത മാസത്തിലുള്ള വ്ളോഗിലായിരിക്കും കാണുക. ഞാൻ വ്ളോഗിൽ ഒരുപാട് ഫോക്കസ് കൊടുക്കുന്നില്ല, പക്ഷേ സ്റ്റിൽ എനിക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് പിന്നീട് ഒരു 2-3 വർഷത്തിന് ശേഷം തിരിച്ചു നോക്കുന്ന സമയത്ത് എനിക്ക് കുറെ കാര്യങ്ങൾ യൂട്യൂബിൽ ഡോക്യുമെന്റ് ചെയ്തിടാൻ, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നീട് വെറുതെ ഇരിക്കുമ്പോൾ എടുത്ത് കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ ഇപ്പോഴും എന്റെ മെയിൻ ചാനലിലെ പഴയ വീഡിയോസ് ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തിട്ട് കാണുമായിരുന്നു. ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്, അത് എനിക്ക് മനസ്സിലാവും. ഒരുപാട് ഗ്രോത്ത് ഉണ്ട്, ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് ദിസ് ഈസ് എ ന്യൂ വർക്ക് ഷെഡ്യൂൾസ്. അതിപ്പോൾ നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ, സ്റ്റാർട്ടപ്പ് ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ഇത് ഞാൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാം പഠിക്കുന്ന സ്റ്റുഡൻസിനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഡോക്യുമെന്റ്. ഇതൊക്കെയാണ് ഇപ്പോൾ മെയിൻ ആയിട്ട് എന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. പിള്ളേർക്ക് കുറെ വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡെലിവറി ചെയ്യണം. ആൻഡ് ദർ ഇസ് എ പോയിന്റ്, കഴിഞ്ഞ ദിവസം somebody did a comment which is I'm selling courses bro. I'm not selling courses, I'm selling value. എനിക്കത് അത്രയും ഉറപ്പിച്ച് പറയാൻ പറ്റും. I'm literally selling value. I'm not providing any courses. I don't have you to represent me as a course seller. ഇത് ഒരു 5-6 പേര് ഒന്നിച്ച് കോഴ്സ് സെല് ചെയ്യുന്നത് നിർത്തണമെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ക്ലോസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഞാൻ 2-3 പേരോട് സംസാരിച്ചപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിനക്ക് ലിറ്ററലി വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ഡു എ ലൈവ് സെഷൻ. അതായത് ഈ ഒരു കോഴ്സ് പോലെ ചെയ്തേക്കുന്ന പ്രോഗ്രാം നിർത്തിയിട്ട് ലൈവ് സെഷൻ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. സോ ഐ എം പ്ലാനിങ് ടു, ബട്ട് എന്റെ ടൈം ഞാൻ ഓൾറെഡി പറഞ്ഞു വിച്ച് ഇസ് വെരി ഹെക്ടിക്. അതിനകത്തോട്ട് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. താല്പര്യമുള്ളവരെ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു 5 സ്ലോട്ട് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രം. എനിക്ക് ഒരുപാട് സ്റ്റുഡൻസിനെ ആഡ് ചെയ്ത് ഒരുപാട് കാശ് ഉണ്ടാക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ല. വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അത് വെറും ലിമിറ്റഡ് സ്ലോട്ട്സ്, അത് ഒരു കയ്യിലെണ്ണാവുന്ന മേ ബി ലൈക്ക് 5. അതിനകത്ത് അത് ഫിൽ ആവും. പിന്നെ എനിക്ക് തോന്നുമ്പോൾ ഏതെങ്കിലും കാലത്തായിരിക്കും മേ ബി നെക്സ്റ്റ് ഒരു ലൈവ് സെഷൻ പ്രോഗ്രാം ഞാൻ കണ്ടക്ട് ചെയ്യുക. ആ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബട്ട് നോക്കട്ടെ, എനിക്ക് അതിനുള്ള ടൈം കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ആൻഡ് ഇതെങ്ങനെയും ഒന്ന് റെഡിയാക്കി പിള്ളേരെ സെറ്റാക്കി എടുത്ത് അവർക്കും ഒരു എന്താ പറയുക ഇൻകം സോഴ്സ് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യാം എന്നാണ് പ്ലാൻ. ദാറ്റ്സ് ഇറ്റ്.